നടനും MLA-യുമായ മുകേഷിനെതിരെ ഈ ശാപം എന്റെയും കൂടെ തലേ വീഴുമെന്ന എന്റെ ഇപ്പോഴത്തെ പേടി. 2018 ഉയർന്ന മീ-ടു ആരോപണമാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നത് ഇതിനൊന്നുമല്ല. ഏതാണ് പെൺകുട്ടി? രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തിയായ ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് ടെസ് ജോസഫ്. പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന്. ചന്തവാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവർ ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റുപറ്റിയതാവും. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനമര്യാദയ്ക്ക് ജീവിക്കാനൊക്കത്തില്ലെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. മാനമര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോൾ ആരെങ്കിലും കൈവച്ച് കാണും. ഒരു പെണ്ണ് എന്തെങ്കിലും തോന്നിയാസം കാണിക്കുമ്പോഴേക്കും അതിന്റെ പോയി പണിയെടുത്ത് ജീവിക്കണോ? ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം. ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇത് ടാർഗറ്റ് തന്നെ. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന ടാർഗറ്റാ. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ. CPM-ന്റെ MLA ആണെങ്കിൽ കയറി നിരങ്ങാമെന്നാണ് ധാരണയെന്ന് മുകേഷ് പറഞ്ഞു. സത്യമാണല്ലോ നീ പറയുന്നത്? അതേ വലിയേട്ടാ. എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട, കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കാറാ. ഞാൻ പോകുന്നു. ബൈ.